ഈസ്റ്റർ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ആശംസകൾ നേരുന്നതിനോടൊപ്പം അമേരിക്കൻ ജനതയുടെ ക്രൈസ്തവ പാരമ്പര്യം സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകൂടം അധികാരമേറ്റതു മുതൽ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുന്നതിന് നൽകുന്ന മുൻഗണനകൾ വ്യക്തമാക്കുന്ന വിപുലമായ റിപ്പോർട്ടും വൈറ്റ് ഹൗസ് പുറത്തിറക്കി. ക്രൈസ്തവർക്കും വിശ്വാസങ്ങൾക്കും എതിരെയുള്ള വിവേചനം തടയുന്നതിനായി വിപ്ലവകരമായ മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ വെസ്റ്റ് വിങ്ങിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കായി മാത്രമായി ആദ്യമായി ഒരു പ്രത്യേക ഓഫീസ് ട്രംപ് സ്ഥാപിച്ചു. മുൻ ഭരണകൂടങ്ങളുടെ കാലത്ത് ക്രൈസ്തവർ നേരിട്ട വ്യത്യസ്തപരമായ വിവേചനങ്ങൾ അന്വേഷിക്കുവാനും അവ അവസാനിപ്പിക്കാനുമായി പ്രത്യേക സമിതി രൂപീകരിച്ചു. പ്രാർത്ഥന നടത്തിയതിന്റെയും സമാധാനപരമായ വിശ്വാസം പ്രകടിപ്പിച്ചതിന്റെയും പേരിൽ ശിക്ഷിക്കപ്പെട്ട ക്രൈസ്തവർക്കും പ്രോലൈഫ് പ്രവർത്തകർക്കും പ്രസിഡന്റ് ഔദ്യോഗികമായി മാപ്പ് നൽകി. സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ മാറ്റമില്ലാത്ത 2 ലിംഗ വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് അമേരിക്കയുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് വിശ്വാസത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്ന നാഷണൽ സ്കൂൾ ചോയ്സ് പദ്ധതിക്ക് തുടക്കമിട്ടു. അബോർഷനായുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കുകയും അബോർഷൻ ക്ലിനിക്കുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെന്ന മുൻ ഉത്തരവുകൾ റദ്ദാക്കുകയും ചെയ്തു. അമേരിക്കയ്ക്കകത്ത് മാത്രമല്ല ആഗോളതലത്തിലും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി ട്രംപ് ഭരണകൂടം നിലകൊള്ളുന്നു. വിശ്വാസം എന്നത് സർക്കാർ അടിച്ചമർത്തേണ്ട സ്വകാര്യമായ കാര്യമല്ല, മറിച്ച് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ കരുത്താണ് എന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ പ്രസിഡന്റ് ട്രംപ് ഓർമ്മിപ്പിച്ചു. അമേരിക്കയെ വീണ്ടും ദൈവത്തിന് കീഴിലുള്ള ഒറ്റ രാഷ്ട്രമായി മാറ്റുമെന്ന ഉറപ്പോടെയാണ് വൈറ്റ് ഹൗസിന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്.